ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷമോ? എല്ലാവർക്കും സുഖമല്ല, എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. പിന്നെ നമ്മളെ പ്രവാസികളൊരു കാര്യം പറയണ്ട. നമ്മൾ പ്രവാസികൾക്ക് എപ്പോഴും സങ്കടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് സന്തോഷം. ഇന്നൊരു നമ്മൾ എന്താ പറയുക, ഒരു സമാധാനത്തോടെ നിന്നാൽ നാളെ നമുക്ക് സമാധാനക്കേട് എന്തെങ്കിലും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഒരു ഹാപ്പി ആണെങ്കിൽ നാളെ നമുക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര എത്ര എന്താ പറയുക, എത്ര നമ്മൾ സന്തോഷത്തോടെ നിന്നാലും അത് ഒരു ദിവസമോ രണ്ട് ദിവസം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും എല്ലാം സങ്കടം വന്ന് ചേരും, വിഷമങ്ങൾ വന്ന് പെടും. അതാണ് നമ്മളെ ശരിക്കും പ്രവാസികൾ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ടാവില്ല. പിന്നെ അപ്പം ഞാനെല്ലാം ഒരുപാട് സങ്കടത്തിൻ്റെ അടുക്കും ഞാനെല്ലാം ജീവിച്ചു പോകുന്നത് നമ്മൾ ഈ കുടുംബത്തിൻ്റെ സന്തോഷം കാണുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എത്ര നമ്മൾ സങ്കടത്തിലാണെങ്കിലും, എത്ര നമ്മൾ ജീവിക്കാൻ ആഗ്രഹമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, അല്ല എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം അവസാനിച്ചാൽ മതി എന്നെല്ലാം പെടുമ്പോഴും ഞാനെല്ലാം കൂടുതൽ ജീവിക്കാൻ തോന്നിയത് എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ. ഓലെ ചിരിയും കളിയും, ഓലെ നമ്മളെ വിളിക്കലും, ഡെയിലി വിളിക്കലും, നമ്മളെ സുഖവിവരങ്ങൾ അറിയലും, നമുക്ക് സമാധാന വാക്കുകൾ തരുമ്പോഴും എല്ലാം ആകുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ തോന്നുന്നത്, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു സന്തോഷമാണ്. തന്നെ മോളെ പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി തന്നെ കേട്ടോ. പിന്നെ ഓള് പറയാതെ നാട്ടിൽ വന്നൊരു സന്തോഷം ഈ കാണുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടികളെല്ലാം കൂട്ടി ഓള് പറയാതെ വന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പരിപാടി ആക്കിയതാണ് വീട്ടിൽ. അപ്പോൾ ഓല് ചില്ലിച്ചക്കനും പിന്നെ മറ്റേ അനിയത്തിൻ്റെ ഒരു സ്പെഷ്യൽ കുറുമയും പിന്നെ ചപ്പാത്തിയും പൊറാട്ടയും, ഈ മക്കളെ ചിരിയും കളിയെല്ലാം കാണുമ്പോൾ തന്നെയാണ് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും എല്ലാ ദുഃഖങ്ങളും നമ്മൾ പ്രവാസിയായി നമ്മൾ മറന്ന് വീണ്ടും നമ്മൾ ഇവിടെ സന്തോഷത്തോടെ നിൽക്കുന്നല്ലേ. അപ്പോൾ ഒരു സ്പെഷ്യൽ കുറുമയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. ഞാൻ പിന്നെ മോളെല്ലാം പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ഉമ്മ, അസ്ന വെച്ച കുറുമ എല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു. ഭയങ്കര ഫുഡ് ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഓലോട് ഞാൻ പറയും ഇടയ്ക്കെല്ലാം ഒരു വീഡിയോ എനിക്ക് ഇട്ടാട്ടെന്ന് പറയുമ്പോൾ, അപ്പോൾ അവർക്ക് സമയമില്ലല്ലോ, അവർക്കെല്ലാം ഭയങ്കര ഇതല്ലേ. ഓളെ നാട്ടിലേക്കാണ് കെട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്ക് 3 കുട്ടികളുണ്ട്. എന്നെ നാട്ടിൽ നിന്ന് പിന്നെ എല്ലാവരും സുഖവിവരം ചോദിച്ചറിയലുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരെ നമ്മളെ കോളും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പോലും നിൽക്കുള്ളൂ. വൈകുന്നേരം കണ്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വിളി തുടങ്ങും. എന്തെന്ന് വിളിക്കാത്ത, എന്താണ് അസുഖമുണ്ടോ, കാര്യങ്ങളുണ്ടോ, എല്ലാവരും ചോദിക്കൂട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു 5-5:30 വരെ വിളി നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വിളി തുടങ്ങും. ഓരോ ആൾക്കാരിങ്ങനെ മെസ്സേജ് വിടൽ തുടങ്ങും, എന്ത് പറ്റി, എന്താ വിളിക്കാത്തതെന്ന് വെച്ചിട്ട്. ആ സമയം വരെ ഒരു സബോറുണ്ടാവും നമ്മൾ വിളിച്ചില്ലെങ്കിൽ. പിന്നെ എല്ലാം വിളി തുടങ്ങും കേട്ടോ. കണ്ട ഓള് കുറുമ ഉണ്ടാക്കിയിട്ടാ. ഇൻഷാ അല്ലാഹ് ഞാൻ നാട്ടിൽ പോയിട്ട് ഓള് ഉണ്ടാക്കുന്നെല്ലാം ഇടണ്ട്. നല്ല ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഓളെ തൊട്ടിൽപ്പാലത്തേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിന്. ഇനിയിപ്പോൾ ചില്ലി ഉണ്ടാക്കാൻ പോവുകയാണ്. കുര മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറുമെല്ലാം ഇപ്പോൾ റെസിപ്പി ശരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് എന്താണ് അതിലിട്ടീന്നല്ലോ പിന്നെ കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റുമോ. ഇതിപ്പോൾ ഓല് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇട്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയോ തോന്നുന്നുണ്ട്. അപ്പം കറക്റ്റ് നമുക്ക് അവരെന്താ ഇടുന്നത്, ഓരോ ആൾക്കാർക്കും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും ഫുഡ് ഉണ്ടാക്കുമ്പോൾ. അതാണ് ഞാൻ പിന്നെ ഫുഡിൻ്റെ റെസിപ്പി പറയാത്ത കേട്ടോ. അതെനിക്ക് മനസ്സിലായി. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഉള്ളി ഇട്ടു കേട്ടോ. ചില്ലി ഉണ്ടാക്കുന്നല്ല എല്ലാവർക്കും അറിയാമല്ലോ.
അപ്പോൾ ഇവളെല്ലാം നാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും എല്ലാം വരുള്ളൂ കേട്ടോ. മക്കൾക്ക് സ്കൂൾ ഇപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം എല്ലാം പൂട്ടിയാലേ ഓൻ കൊണ്ടുപോയി വിട്ടു കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഓള് തൊട്ടിപ്പാല് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഓള് ഇങ്ങോട്ട് വരുത്ത്. മക്കൾ പഠിക്കലും കാര്യമെല്ലാം ആയാലും പിന്നെ ഓള് വരുത്ത് കുറവാട്ടാ. അപ്പം ഇതിപ്പോൾ ഓലോട് പറയാതെ വന്നതാ. 3 ദിവസത്തെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് വന്നതാ. ഓള് എന്നെ പോലെയാണ് കേട്ടോ. സാധനം ഉണ്ടായാൽ മതി. നമ്മൾ അടുക്കളയിൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ ഓള് എല്ലാം ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അതിന് ഭയങ്കര ഉഷാറ്, ഒരു മടിയോ കാര്യമൊന്നുമില്ല. നമ്മൾ അസ്ന എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ എല്ലാം ഉണ്ടാക്കും. അത് ഓള് എത്ര വയ്യെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി എത്ര വാക്കുവാണെങ്കിലും ഉണ്ടാക്കുക ഉഷാറാട്ടോ. എത്ര ആളിഞ്ഞ് വരികയാണെങ്കിലും അത് ഓള് സൂപ്പറായിട്ട് ഉണ്ടാക്കും. കുരുമുളകെല്ലാം ഇട്ട് കേട്ടോ. അതിൻ്റെ അടുക്ക് മഞ്ഞപ്പൊടി, മുളകും പൊടി, കുരുമുളകെല്ലാം ഇട്ട്. ഇനിയിപ്പോൾ സോസ് ഒഴിച്ച് കൊടുക്കല്ലേ, ചില്ലിയാകുമ്പോൾ സോസ് ഒഴിച്ച് കൊടുക്കണമല്ലോ. ചിക്കന് പൊരിച്ച് വെച്ച് അതും ഇട്ട്. ചുമ മാറിയിട്ടില്ല കേട്ടോ. ചേച്ചിക്ക് കുറവുണ്ട്. എല്ലാവരും ചോദിച്ചിന് ചേച്ചിക്ക് നന്നായിട്ട് കുറവുണ്ട്. ഞാൻ 4, 5, 6 വട്ടം ആവി പിടിക്കലും കഞ്ഞി കൊടുക്കലും ഗുളിക കൊടുക്കലെല്ലാം ആയിട്ട് അൽഹംദുലില്ലാ ചേച്ചിക്ക് കുറവുണ്ട്. ചേച്ചി ഇന്ന് രാത്രി പോയിട്ടോ. അവിടെയുള്ള പെണ്ണിന് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിനെ നോക്കണ്ടിയല്ല. അപ്പോൾ ഇപ്പം പോയിട്ടുള്ളൂ. പിന്നെ ഞാനിത് രാത്രിയാണ് സൗണ്ട് കൊടുക്കുന്നത്. ചേച്ചി ഒരു 9:30 ആയപ്പോൾ ഇവിടുത്തെ പോയി. ഇനി വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞേനെ. അപ്പോൾ എരിവ് കുറഞ്ഞിട്ടോ അതൊന്ന് കുരുമുളക് വീണ്ടും ഇട്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം എൻ്റെ മക്കൾ വിളിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. എൻ്റെ മോളെ മൂത്തത് വിളിക്കും, സായിമ്മ എന്താ കാട്ടണത്. രാത്രി എപ്പോഴും വിളിച്ച് ഉമ്മൻ തന്നിട്ടേ കെടുക്കുള്ളൂ. അവൾക്ക് 5 വയസ്സ് കഴിഞ്ഞ്. പിന്നെ ഇവളെ മക്കളെല്ലാം വിളിക്കും, ഇത്താത്ത വിളിക്കും. അങ്ങനെ എല്ലാവരും വിളിക്കലുണ്ട് കേട്ടോ. വിളിച്ച് സുഖവിവരമെല്ലാം നമ്മളോട് ചോദിക്കലുണ്ട്. അപ്പം പ്രവാസിയാൾക്ക് അമ്മക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര നയിച്ചാലും നമുക്ക് ഇതെല്ലാം ഉണ്ടാവുള്ളൂ. കണ്ട കളി കണ്ടില്ലേ, എല്ലാവരും ഉണ്ട് കേട്ടാ. ഓളെ 3 മക്കൾ, എൻ്റെ 2 മക്കൾ, ഒന്ന് ചെറുതാണ് 7 മാസമായിട്ടുള്ളൂ. ഓളൊന്നാണിത്. അത് ഓളെ പിന്നെ ആങ്ങളുടെ കുട്ടിയാണ് ഒരാൾ. ഇത് ഓളെ കുട്ടിയാണ്, തൊട്ടിൽപ്പാലം ഓളിപ്പം വന്ന ഓളെ കുട്ടി. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ തന്നെയാണ് നമുക്ക് സന്തോഷം. അത് നമ്മളെ വിളിക്കുമ്പോഴാണ് നമുക്ക് ഇതാകുക. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ദുആ ചെയ്യുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളി. ചെറിയ വീഡിയോ. ഓക്കെ, ബൈ ബൈ.